ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം അമേരിക്കൻ നയതന്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുണ്ടായ ഡ്രോൺ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വീണ്ടും കലുഷിതമാക്കിയിരിക്കുകയാണ്. ഏറെ സുരക്ഷാ സന്നാഹങ്ങളുള്ള വിമാനത്താവള പരിസരത്ത് ഇത്തരമൊരു ആക്രമണം നടന്നത് ഇറാഖിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ മാധ്യമ പ്രവർത്തകന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെയാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാഖിൽ തടവിലായിരുന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തകനെ മോചിപ്പിച്ച് മടക്കിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥർ. ഈ നയതന്ത്ര സംഘത്തിലെ വാഹന വ്യൂഹം വിമാനത്താവളത്തിലെ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് സെന്ററിന് സമീപം എത്തിയപ്പോഴാണ് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒന്നിലധികം ഡ്രോണുകൾ ഈ മേഖല ലക്ഷ്യമാക്കി വന്നതായാണ് ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന പ്രാഥമിക വിവരം. ആക്രമണത്തിനായി എത്തിയ ഡ്രോണുകളിൽ ഒന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് തൊട്ടരികിലായി തകർന്നു വീഴുകയായിരുന്നു. ഇത് ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയെങ്കിലും അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ആശങ്കകൾക്ക് ഇത് വഴിവെച്ചിട്ടുണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ ഇറാഖി സുരക്ഷാ സേന പ്രദേശം വളയുകയും പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തു. വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതം താൽക്കാലികമായി നിയന്ത്രിച്ചാണ് ഉന്നതതല അന്വേഷണം ആരംഭിച്ചത്. ഈ സംഭവത്തെ അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് നേരെയുള്ള പതിയിരുന്നാക്രമണം എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം നീക്കങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ വാഷിംഗ്ടണിലെ ഇറാഖി അംബാസിഡറെ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഇറാഖിലെ സുരക്ഷാ വീഴ്ചയിൽ അമേരിക്ക തങ്ങളുടെ ശക്തമായ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ കുറച്ചു കാലമായി തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നയതന്ത്ര പ്രതിനിധികളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം മേഖലയിലെ സൈനിക രാഷ്ട്രീയ നീക്കങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇറാഖ് സർക്കാർ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വിമാനത്താവളത്തിന് സമീപം ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായതായി അവർ സമ്മതിച്ചെങ്കിലും ഇത് ആസൂത്രിതമായ നീക്കമാണോ അതോ സാങ്കേതിക തകരാറാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണം തുടരുകയാണ്. മേഖലയിലെ ഇറാൻ അമേരിക്കൻ ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് നയതന്ത്ര ചർച്ചകളുടെ അന്തരീക്ഷം തകർക്കുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്താൻ ഇറാഖി രഹസ്യാന്വേഷണ വിഭാഗം ശ്രമിക്കുന്നുണ്ട്. വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാഖ് പരാജയപ്പെട്ടുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം നയതന്ത്രജ്ഞർക്ക് നൽകേണ്ട സുരക്ഷ ഉറപ്പാക്കാൻ ഇറാഖ് ബാധ്യസ്ഥമാണെന്ന് അമേരിക്ക ഓർമ്മിപ്പിച്ചു. നയതന്ത്ര സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ സുരക്ഷിതനാണെന്നത് ആശ്വാസകരമായ വാർത്തയാണ്. എങ്കിലും ഒരു മാനുഷിക നടപടിയുടെ ഭാഗമായുള്ള യാത്രക്കിടയിലുണ്ടായ ഈ ആക്രമണം മാനുഷിക മൂല്യങ്ങൾക്കും നയതന്ത്ര മര്യാദകൾക്കും നിരക്കാത്തതാണ്. ബാഗ്ദാദ് വിമാനത്താവളം പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ എങ്ങനെ ഡ്രോണുകൾക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചാണ് ഡ്രോണുകൾ എത്തിയതെന്നത് സുരക്ഷാ ഏജൻസികളെ അമ്പരപ്പിക്കുന്നുണ്ട്. ഈ ആക്രമണം നടന്ന സമയവും ശ്രദ്ധേയമാണ്. മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇറാഖിലെ സുരക്ഷാ അന്തരീക്ഷം എത്രത്തോളം ദുർബലമാണെന്ന് ഈ സംഭവം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇറാഖിന്റെ വിദേശ ബന്ധങ്ങളെയും ബാധിച്ചേക്കാം. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാഖിന് നൽകി വരുന്ന സൈനിക സഹായങ്ങളും മറ്റും പുനഃപരിശോധിക്കണം എന്ന ആവശ്യം ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ രീതിയും ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയും പരിശോധിക്കുന്നതിലൂടെ പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാഖ് പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ ഉടൻ തന്നെ കൊണ്ടുവരുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുൻകാലങ്ങളിലെ ഇത്തരം അന്വേഷണങ്ങൾ എങ്ങും എത്താത്തത് ജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നുണ്ട്.
മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ചു. നയതന്ത്ര കാര്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു. ഇറാഖിലെ അമേരിക്കൻ എംബസി ജീവനക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുമാണ് നിർദ്ദേശം. ഈ ആക്രമണം അമേരിക്കയും ഇറാഖും തമ്മിലുള്ള സൈനിക സഹകരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാഖി സൈന്യത്തിന് പരിശീലനം നൽകുന്ന അമേരിക്കൻ സൈനികരുടെ സുരക്ഷയും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യ സായുധ സംഘടനകൾക്കിടയിൽ വ്യാപകമാകുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇത്തരം ആയുധങ്ങൾക്ക് കഴിയുന്നത് സുരക്ഷാ സേനകൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ബാഗ്ദാദിലെ ഈ സംഭവം വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലും ചർച്ചയായേക്കും. നയതന്ത്ര സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇറാഖിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഈ വിഷയം വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിദേശ ഇടപെടലുകൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്നാരോപിച്ച് ചില ഗ്രൂപ്പുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണത്തിനു പിന്നാലെ ബാഗ്ദാദിൽ സുരക്ഷാ പട്രോളിംഗും ശക്തമാക്കി. സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കൂടുതൽ സേനയെയും വിന്യസിച്ചു. എങ്കിലും ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നയതന്ത്ര ചർച്ചകൾക്കായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരമൊരു നീക്കം നടന്നത് ഇറാഖിന്റെ വിശ്വാസ്യതയെ ആഗോളതലത്തിൽ തകർക്കുന്നതാണ്. വിദേശ നിക്ഷേപങ്ങളെയും ടൂറിസത്തെയും ഇത് ദോഷകരമായി ബാധിച്ചേക്കാം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും ഈ സംഭവത്തിൽ നേരിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചത് ആരാണെന്ന് കണ്ടെത്താൻ അവർ ഇറാഖി ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കും. ഇറാഖിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളുടെ ഇടപെടലും ഈ സംഭവത്തിൽ തള്ളിക്കളയാനാവില്ല. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇതിലൂടെ കൂടുതൽ വഷളാകാനാണ് സാധ്യത. ഈ ഡ്രോൺ ആക്രമണം വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇത് മിഡിൽ ഈസ്റ്റിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന നിഴൽ യുദ്ധങ്ങളുടെയും വ്യക്തമായ സൂചനയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. നയതന്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു വലിയ യുദ്ധത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഈ സംഭവങ്ങൾ വഴിമാറാതെ നോക്കേണ്ടത് ലോക സമാധാനത്തിന് അനിവാര്യമാണ്. ഇറാഖിലെ ജനങ്ങളുടെ ജീവിതവും ഈ സുരക്ഷാ പ്രതിസന്ധികൾക്കിടയിൽ കൂടുതൽ ദുഷ്കരമാവുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നയതന്ത്ര ബന്ധങ്ങൾ തോക്കിൻ മുനയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിനായുള്ള ഓരോ ചുവടുവയ്പും വിലപ്പെട്ടതാണ്. വരും ദിവസങ്ങളിലെ അന്വേഷണ റിപ്പോർട്ടുകൾക്കായി ലോകം കാതോക്കുകയാണ്. ഈ സംഭവത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയെഴുതിയേക്കാം. ഇറാഖ് സർക്കാർ നൽകുന്ന ഉറപ്പുകൾ എത്രത്തോളം പാലിക്കപ്പെടുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന വിഷയമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകൾ പരിഹരിച്ച് നയതന്ത്രജ്ഞർക്ക് നിർഭയമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഓരോ രാജ്യത്തിന്റെയും കടമയാണ്. ബാഗ്ദാദ് വിമാനത്താവളത്തിലെ ഈ സ്ഫോടനം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണോ എന്ന് കാലം തെളിയിക്കും. ഏതായാലും നയതന്ത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കറുത്ത ദിനമായി രേഖപ്പെടുത്തപ്പെടും എന്നതിൽ സംശയമില്ല.